ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൂച്ചയെ മരുന്നും എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പിന്നെ കട്ടിൻ്റെ അടിയിൽ കയറിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു മേഡം വിളിച്ചായിരുന്നു പൂച്ചയുടെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ വന്ന് കയറിയത്. അപ്പോൾ പിന്നെ എനിക്ക് ഞാനിവിടെ കയറി കിടക്കണം എൻ്റെ വീഡിയോ. അപ്പോൾ എനിക്ക് പൂച്ചയുടെ കാര്യത്തിനെ കുറിച്ച് പറയേണ്ടി വന്നു കേട്ടോ. ഇതേപോലെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം. ഇതാണ്ട് എൻ്റെ കട്ടിൻ്റെ അടി കയറിയിരിക്കണം. ഇനി ഞാനിവനെ ഇവിടെ നിന്ന് വലിച്ച് ഇറക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവച്ചിട്ട് മരുന്ന് വെക്കാൻ പോവുകയാണേ. എന്നെ കൊണ്ട് മാത്രം പറ്റുമെന്ന് അറിഞ്ഞൂടാ, ട്രൈ ചെയ്യാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് കിട്ടുമെന്നറിയില്ല. ഈ പൂച്ച കിടന്ന് ബഹളം കാണിക്കുമ്പോഴേ എടുക്കാൻ പറ്റുമെന്നറിയില്ല. ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ട് നോക്കാം. ഇതാണ് നമ്മളെ പൂച്ച. ഞാൻ മൊബൈൽ ഓണാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പറഞ്ഞില്ലല്ലോ ഇന്നലെ ഞാനൊന്നും പറഞ്ഞില്ല. ഇന്നലെ ഹസ്ബൻഡ് വന്നായിരുന്നു. ഇന്നലെ ഞാനൊന്നും പറഞ്ഞില്ല, ഒളിച്ചു വെച്ചു. ഉള്ള സന്തോഷം കളയണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഭയങ്കരമായിട്ട് ഉടനെ തന്നെ ബഹളം എന്തോന്നും പറഞ്ഞില്ല. ഇന്ന് പിന്നെ പറയേണ്ടി വന്നു. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ എഴിച്ച് ചാടി അടിക്കാൻ വന്ന്. എന്നിട്ട് പറഞ്ഞ് പൂച്ച എടുത്തോണ്ട് ഞാനിവിടെ നിന്ന് വെക്കാം. പൂച്ച എടുത്ത് ഇവിടെ നിന്ന് വെക്കാം. ഒന്നേ നീ ഇവിടെ നിന്നില്ലേ വീടിനകത്ത് പൂച്ചയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞൊരു 10 ദിവസം എനിക്ക് താ. അവിടെ ഇരി, മരുന്ന് വെച്ചിട്ടടാ. ആരടാ നിന്നെ നോക്കും? ഞാൻ പറഞ്ഞൊരു 10 ദിവസം എനിക്ക് താ. ഞാൻ അവനെ ഒന്ന് സുഖപ്പെടുത്തി എടുത്തിട്ട് അവ എവിടെ നിന്നാണോ വന്നാൽ ഞാൻ അവിടെ പോയി അന്വേഷിച്ചു. ഞാൻ അവിടെ ഒന്ന് കൊണ്ടാക്കാന്ന്. അപ്പോഴത്തേക്കും ഇല്ല, 10 അല്ല, ഒരു നിമിഷം പോലും തരത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഒരു മേഡം പറഞ്ഞ് ഒരു മേഡത്തിന് ഇവനെ വേണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് അവരെന്നും വരും. ഞാൻ പറഞ്ഞ് അവർക്ക് സുഖമല്ല, അവർ 2-3 ദിവസത്തിനകത്ത് വരും. അങ്ങനെ ഇന്നത്തെ വഴക്കും വെക്കണം. അപ്പോഴവിടെ തീർന്നു. ഇനിയപ്പോൾ തുടങ്ങണമെന്നൊന്നും അറിയില്ല. ഞാനിവിടെ ഫ്രണ്ടിൽ ബാൽക്കണിയിലാണ് കൊണ്ടുവച്ചിരുന്നത്. ഇവിടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മറ്റേ നമ്മളിതിന് അകത്തോട്ട് വലിച്ചെടുത്തുകൊണ്ട് പോയി അവിടെ വേറെ പൂച്ചയുണ്ട്. അപ്പം അതുമായിട്ട് സ്റ്റണ്ടാവും. കടി കൂടണമെന്നും ശരിയാവില്ല. തട്ടിത്തൂയപ്പോൾ നിനക്ക് ആനന്ദം. ഇത്രയും തട്ടിത്തൂയി മരുന്ന് പോകാൻ പറ്റൂല. ഇവിടെ എല്ലാം മാറും. എൻ്റെ പൈപ്പ് വീഴുന്ന മരുന്ന് എടുക്കണ്ട പാലിന് മനസ്സിലായോ? എന്നിട്ട് അവിടെ ഇരിയടാ. ഇവിടെ നോക്കി വിളി, ക്യാമറയിൽ നോക്കി വിളി. ആരെങ്കിലും വന്ന് നിന്റെ പഴുപ്പ് ഞെക്കി എടുക്കുമോ നോക്കട്ടെ. ക്യാമറ നോക്കി വിളിയടാ. നീ മരുന്ന് അത്രയും തട്ട് തൂയല്ല. മരുന്ന്
ഓടാതെ നീ ഓടാതെ, ആരുമില്ല നിനക്ക്, ഞാനേ ഉള്ളൂ. ഇനി പോരും ഇവിടെ ഇരി. നിനക്ക് ഞാൻ ചിക്കൻ തരും, ബോയിൽഡ് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെച്ച് ചാടാതെ കേട്ടോ. ഞാൻ നിനക്ക് ചിക്കൻ തരും, മീൻ വേവിച്ച് തരും. ആ ചിക്കനൊക്കെ ബോയിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട. ഇവിടെ മുറിഞ്ഞാതെ. ഓ ഇവിടെ ഞാനേ ഉള്ളൂ നിനക്ക്. നിൻ്റെ എല്ലായിടവും മുറിഞ്ഞിരിക്കുന്നു കണ്ട, ആരുമില്ല നിനക്ക്. ഇതൊന്നും നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് പുഴു വരും കേട്ടോ. നീ ഒന്ന് അടങ്ങിയ ഞാനിതൊക്കെ മരുന്നിട്ട് നിന്നെ സുഖപ്പെടുത്തി നല്ല കുട്ടിയാക്കുക. എന്താ ഞെക്കി പഴുപ്പെല്ലാം കളഞ്ഞപ്പോൾ മുറിവെല്ലാം തുറന്ന് വരണുണ്ടോ? ആരെങ്ങോണ്ട നിന്നെ നോക്കാൻ? മരുന്നൊഴിക്കട്ടടാ കൊച്ചേ, ഈ ഗുഹയിലൊന്ന് മരുന്നൊഴിക്കട്ടെ. ദേഷ്യപ്പെടാതെ. ഞാൻ ചിക്കൻ തരും, ചിക്കൻ ബോയിൽഡ് ചിക്കൻ. ബോയിൽഡ് ചിക്കൻ തരും, ബോയിൽഡ് ചിക്കൻ. നീ എല്ലടാ ആയിട്ടാക്കാതെ. നീ ഇവിടെ മരിയെ കിടന്നാൽ എനിക്ക് ഇവിടെ മാത്രം തുടച്ചൊന്ന് വൃത്തിയാക്കിയാൽ മതി. ഓ അല്ലെങ്കിൽ എല്ലായിടത്തും സ്മെല്ലാവും. അകത്തൊക്കെ എടുത്തെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാകും കേട്ടോ. വേറെ 2 പൂച്ചകളുണ്ട്. അപ്പോൾ ഇവന് സുഖമില്ലാത്തതുകൊണ്ട് അപ്പി ഇണ്ണയൊക്കെ അവർക്ക് വേറെ പത്രത്തിൽ മണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. ഇവനും കൂടെ അതിൻ്റെ കൂടെ ആയാൽ ശരിയാവില്ല. അതിനെ അഴിച്ച് ഓടാൻ വേണ്ടിയിട്ട്, എഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ട്. ഇതാണ് ബീറ്റാഡിൻ ലോഷനും തേച്ചിട്ട് അതിൻ്റെ പുറത്ത് നിയോസ്പോറിൻ പൗഡർ കെട്ടിയപ്പോൾ ഒരു കറുത്ത കളറായി. എന്താണെന്നറിയില്ല, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ആൾ കിടക്കണുണ്ടാ. അത് ഇത്രയും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, 5 കിലോ വെയിറ്റ് ഉള്ളതായിരുന്നേ. ഇപ്പോൾ ആളുടെ വെയിറ്റ് എല്ലാം കുറഞ്ഞ് കുറച്ച് ശൗര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ആന എടുത്ത് ചാടും പോലെ ചാടുമായിരുന്നു. നമ്മൾ പിടിച്ചിങ്ങനെ സൈഡ് ചരിച്ചൊന്നും കിടത്താനൊന്നും പറ്റില്ല, ജമ്പ് ചെയ്ത് ചാടിക്കളയും. ഇനി ഇവൻ്റെ മറ്റൊരു ഒരു സൈഡ് ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ, അതാണ്. ഇനി ഇപ്പം ഞാൻ കുറേ പഴുപ്പെല്ലാം ഞെക്കി കുറേ എല്ലാം കളഞ്ഞ് ഇനി ഇവിടെയും കൂടെ മരുന്നിട്ട് കൊടുക്കണം. ഇവൻ നേരത്തെ സമ്മതിച്ചിരുന്നെങ്കിൽ ഇരുന്നുമ്പേ സുഖപ്പെടുമായിരുന്നു കേട്ടോ. ഇവൻ തൊടാനേ സമ്മതിക്കത്തില്ലായിരുന്നു. നമ്മൾ ദേഹത്ത് തൊടുകയാണെങ്കിൽ ജമ്പ് ചെയ്തെടുത്ത് ചാടി ഓടിക്കളയും. കണ്ടോ ഇവന് മുഖം കണ്ട, കള്ളൻ്റെ മുഖം കണ്ട, മുഖമെല്ലാം ക്ഷീണിച്ച് ഒരു പരുവമായി. അപ്പോൾ ഇനി ഇവിടെയും കൂടെ മരുന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യുക. ഞാനെങ്ങനെയാലും ഒക്കെ രക്ഷപ്പെട്ടു പോയാൽ പണമുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആരും ഒന്നും പറയത്തില്ല, നോക്കിക്കൊള്ളാൻ പറയും, എത്ര വേണേലും നോക്കിക്കൊള്ളാൻ പറയും.
ഇതിപ്പോൾ പിന്നെ ഇതിന് ഒരു കേജ് വാങ്ങിയിടാൻ പോലും കാശില്ല. അപ്പോൾ പിന്നെ ഈ പെട്ടിക്കകത്തൊക്കെ ഇതിനകത്തൊക്കെ നമ്മൾ വീടിനകത്തൊക്കെ എടുത്ത് വെച്ച് നമ്മൾ കാണാതെ വീടിനകത്തൊക്കെ കയറി ഓടിക്കളയും. വേറെ പൂച്ചയുണ്ടല്ലോ, അപ്പം ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ പൂച്ചകളെ എടുത്ത് വീടിനകത്തൊക്കെ കൊണ്ടുവച്ചാലേ വേറെ പൂച്ചകളുണ്ട്, അതുമായിട്ട് ഫൈറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. ബാൽക്കണി വയ്ക്കാൻ കൂടെ തരണില്ല, എടുത്തുകൊണ്ട് പോകാൻ പറയണം. ഒരു ദിവസമല്ല ഒരു നിമിഷം പോലും വയ്ക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. എന്താണെന്നറിയില്ല, ചുമ്മാതെ ഒരു കാര്യം അങ്ങ് തട്ടിവിട്ടു. ഒരു മാഡം വരും, മാഡം ഉള്ളതാണ്, മാഡം കാണാൻ വരുന്നുണ്ട് പൂച്ചയെ എന്ന് പറഞ്ഞിപ്പോൾ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് വരാത്തത്. വന്നാൽ ഇവനെ ഇഷ്ടപ്പെടുവോ കൊണ്ടുപോവോ ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞിട്ട് ഞാൻ മരുന്ന് വെച്ചിട്ട് സുഖപ്പെടുത്തി കൊടുത്താൽ അവർക്ക് കുഴപ്പമില്ലല്ലോ. ഒരു കേജോ മറ്റോ വാങ്ങിയേ കൊണ്ട് അതിനകത്തിട്ട് അവൻ അവിടെ ഭക്ഷണം കഴിച്ച്, ഭക്ഷണപ്രിയനാണ്, ഭക്ഷണം കൊടുത്താൽ അവൻ കഴിച്ചുകൊണ്ട് അവിടെ എങ്ങനെ കിടന്നോളും. പക്ഷെ ഒന്നും സമ്മതിക്കണ്ടേ, ഒരു വാക്കിന് വിലയില്ല. അപ്പം എൻ്റെ വാക്കുകൾക്ക് അല്പമെങ്കിലും വില ഉണ്ടാവണമെങ്കിൽ നിങ്ങളെയൊക്കെ സപ്പോർട്ട് കൊണ്ട് പറ്റും കേട്ടോ. വീഡിയോസൊക്കെ ഒന്ന് കാണുക. എന്തെങ്കിലും മോണിറ്റൈസായി ₹1 എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് എൻ്റെ അക്കൗണ്ടിൽ വന്ന് കണ്ട കുറച്ച് ഒരു റെസ്പെക്റ്റ് എനിക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.